ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു എഗ് മാക്രോണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നോക്കാം. അപ്പോൾ നമുക്ക് മാക്രോണി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടിട്ട് അതിന് ശേഷം നമ്മുടെ ഈ മാക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും അതൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കുറവായി പോകരുത്, അത്യാവശ്യം നല്ല ലെവലിൽ വെള്ളം ഉണ്ടാവണം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഞാൻ ഒരു വലിയ ഉള്ളിയും ഒരു കഷ്ണം തക്കാളിയും ഒരു ചെറിയ 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണത്. അപ്പോഴേക്കും എൻ്റെ മാക്രോണി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകരുത്, അപ്പോൾ അത് ഒരു അട പോലെ ആയിപ്പോകും. അത് കഴിഞ്ഞ് ഞാനതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു അരിപ്പയിൽ ഒഴിച്ച് അത് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിതിൽ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. എൻ്റെ മോനോട് കഴിക്കേണ്ടതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർക്കുക കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു കുഞ്ഞ് കഷ്ണം മുളക് ചേർത്തിട്ടുണ്ട്. മുളകും എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അത്യാവശ്യം നല്ല ലെവലിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നു. ഞാനിപ്പോൾ തക്കാളിയും സവാളയും മാത്രമാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരുമ്പം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കണം. അപ്പോൾ മസാല ചേർക്കുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല, എൻ്റെ മോന് കഴിക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് ഗരം മസാലയും മീറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയും മീറ്റ് മസാലയും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വല്ലാണ്ട് വേണ്ട, ഒരു ചെറിയ, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയല്ല മീറ്റ് മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മീറ്റ് മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഇത്ര നേരം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മളത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. മുട്ട ഇടാൻ പോവാണ്. അപ്പോൾ മുട്ടയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മുട്ട ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരല്പം വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് ഇളക്കിപ്പോയി. നിങ്ങൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് എന്താ പറയുക, കൊത്തിപ്പൊരിക്കില്ലേ, അതുപോലെ കൊത്തിപ്പൊരിച്ചെടുക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ച മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ മസാലയിലേക്ക് ഉപ്പ് നോക്കണം കേട്ടോ. നമ്മൾ മാക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ മാക്രോണിയിലേക്ക് അധികം ആ ഒരു ഉപ്പ് പിടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മസാലയിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാക്രോണി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്രോണിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റിലുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. എൻ്റെ മോൻ അടിപൊളിയായിരിക്കുമോ? തിന്ന് നോക്കാം. യൂഡിൽസാ മാക്രോണി എങ്ങനെയുണ്ട്? യമ്മിയാ? ഇഷ്ടായോ? അടിപൊളിയാ. മണാ തിന്നോ. സൂപ്പറല്ലേ? ഏട്ടൻ കഴിച്ചു. അടിപൊളി ആണോ? ഹായ്, താങ്ക് യു. അമ്മയ്ക്ക് വേണം. അച്ചുകൊക്ക് ഇച്ചിന് ഇഷ്ടായോ? പുള്ളിയോ? ചൂടുണ്ട്. ഇച്ചൂസിന് ഇഷ്ടായോ? അടിപൊളി. താങ്ക് യു. ഓക്കേ, ബാ.